ദശലക്ഷക്കണക്കിന് വരുന്ന യുവതലമുറയുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷണങ്ങൾ തികച്ചും പരിഹാസ്യമാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും രാജ്യത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ അതിന് കാരണക്കാരായ മാഫിയകളെയും സിസ്റ്റത്തിലെ തകരാറുകളെയും തിരുത്തുന്നതിന് പകരം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ തികച്ചും ബാലിശമാണ്. ചോദ്യപേപ്പർ പ്രചരിപ്പിച്ചു എന്ന പേരിൽ പ്രമുഖ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാം പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തകൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. യഥാർത്ഥ പ്രതികളെയും പരീക്ഷ നടത്തിപ്പിലെ സുതാര്യമില്ലായ്മയും മൂടിവെക്കാൻ സാങ്കേതിക വിദ്യയെ പഴിച്ചാരുന്ന ഈ നടപടി രോഗം വന്നിട്ട് മരുന്ന് കഴിക്കുന്നതിന് പകരം കണ്ണടച്ചിരുന്ന് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ്. പരീക്ഷാ സമ്പ്രദായത്തിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ഇത്തരം വ്യഗ്രതകൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ട്രോളുകൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന പരിഹാസങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നയവൈകല്യങ്ങളെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട്. ചില ട്രോളുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിൽ റോഡ് അപകടങ്ങൾ നടക്കുമ്പോൾ റോഡ് മുഴുവൻ കുഴിച്ചു മാറ്റുന്നത് പോലെയാണ് കാര്യങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ടെലഗ്രാം നിരോധിച്ച സ്ഥിതിക്ക് അടുത്തതായി റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കാറുകളും ബൈക്കുകളും ഇന്ത്യയിൽ നിരോധിക്കുമോ? ടെലഗ്രാമിൽ ചോർന്നാൽ മാത്രമേ തെറ്റുള്ളൂ, വാട്സാപ്പിലും ഇമെയിലും ഡിസ്കോഡിലോ ചോർന്നാൽ എന്തു ചെയ്യും? അതുകൂടി നിരോധിക്കുമോ? സിസ്റ്റം ശരിയാക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ആപ്പുകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ നീളുകയാണ് ട്രോളുകൾ. അതേസമയം ടെലഗ്രാമിന്റെ സ്ഥാപകനായ പവേൽ ദുറോവിന് വരെ കാര്യം മനസ്സിലായി. ആപ്പ് നിരോധനം ഇന്ത്യയിലെ 15 കോടിയോളം വരുന്ന സാധാരണ ഉപയോക്താക്കളെ ബാധിക്കുന്ന വിഷയമാണെന്നും അടിസ്ഥാന പ്രശ്നം തിരിച്ചറിയാതെയുള്ള നടപടിയാണെന്നും ദുരോവ് പറഞ്ഞു. ഇതിലൂടെ ചോദ്യപേപ്പർ ചോർത്തിയ കുറ്റവാളികളെ കണ്ടെത്താനാകില്ല, മാത്രമല്ല ടെലഗ്രാമിനെതിരെ നടപടി ആളുകളെ മറ്റൊരു ആപ്പിലേക്ക് മാറാൻ മാത്രമേ പ്രേരിപ്പിക്കുകയുള്ളൂവെന്നും ദുരോവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതെ, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. അതേസമയം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും സ്വപ്നങ്ങളെയും തകർക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ഈ പോരാട്ടത്തിന് പുതിയ വീര്യം പകർന്നിരിക്കുകയാണ്. രാജ്യത്തെ യുവാക്കൾക്ക് ഇന്ന് ലഭിക്കുന്നത് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമല്ലെന്നും മറിച്ച് അവർ സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ടതിനുള്ള ശിക്ഷയാണെന്നുമുള്ള രാഹുലിന്റെ വാക്കുകൾ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ ദയനീയ അവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. രാജ്യവ്യാപകമായി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി രാജസ്ഥാനിലെ കോട്ടയിൽ ഇന്ന് ആരംഭിക്കുന്ന കൂറ്റൻ വിദ്യാർത്ഥി കൺവെൻഷൻ ഈ പോരാട്ടത്തിന്റെ ആദ്യഘട്ടമാണ്. പരീക്ഷാ ക്രമക്കേടുകൾ, വർദ്ധിച്ചു വരുന്ന പരീക്ഷാ ചെലവുകൾ, സുതാര്യമായ നിയമന രീതികൾ നടപ്പിലാക്കുന്നതിലെ സർക്കാരിന്റെ കനത്ത പരാജയം എന്നിവ ഉയർത്തിക്കാട്ടിയാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പരാജയങ്ങൾ ഒളിച്ചുവെക്കാൻ വിചിത്രമായ നിരോധനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം: സാങ്കേതിക വിദ്യയോ മാധ്യമങ്ങളെയോ നിശബ്ദമാക്കിയതുകൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിലെ രോക്ഷം ഇല്ലാതാക്കാൻ കഴിയില്ല. പരീക്ഷ നടത്തിപ്പ് പോലെയുള്ള അതീവ ഗൗരവമുള്ള വിഷയങ്ങളിൽ പുലർത്തേണ്ട ജാഗ്രത കൈവിട്ട് കേവലം ആപ്പ് നിരോധനത്തിലൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ല. ഈ രാജ്യം കെട്ടിപ്പടുക്കേണ്ട യുവാക്കളുടെ ഭാവി വെച്ച് ചൂതാട്ടം നടത്തുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായിരിക്കും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരുവുകളിൽ ഉയരാൻ പോകുന്ന വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ.